താരതമ്യമില്ലാത്ത പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് എന്ന മന്ത്രി എം ബി രാജേഷ്. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ലയൺസ് ലൈഫ് വില്ലേജ് പദ്ധതിയുടെ തറക്കല്ലിടിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318A ആണ് 100 വീടുകൾ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നത്. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി കടക്കലിലെ വ്യാപാരി അബ്ദുള്ള വിലയ്ക്ക് വാങ്ങിയ ഒരേക്കർ ഭൂമിയിലാണ് 25 വീടുകൾ നിർമ്മിക്കുക. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ലൈഫ് മിഷൻ മുഖേന 4,24,800 വീടുകൾ പൂർത്തിയായതായും 1,14,000 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. ഇന്ത്യയിൽ മറ്റെങ്ങും നടപ്പിലാക്കാത്ത ബൃഹത്തായ ഭവന നിർമ്മാണ പദ്ധതി എന്ന പേരിൽ ലൈഫ് മിഷൻ ചരിത്രത്തിൽ ഇടം പിടിക്കും. 4 ലക്ഷം രൂപയാണ് സർക്കാർ വിഹിതമായി നൽകുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഈ തുകയുടെ പകുതി പോലും നൽകുന്നില്ലെന്നും 17,961 കോടി രൂപയാണ് കേരളം ചിലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു. 2,421 രൂപ മാത്രമാണ് കേന്ദ്ര വിഹിതം. സമാനമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഭൂരഹിതരായ 1000 പേർക്ക് ഭൂമി വാങ്ങാൻ 2.5 ലക്ഷം രൂപ വീതം 25 കോടി നൽകി. 2026 ആകുമ്പോഴേക്കും 6.5 ലക്ഷം വീടുകൾ ലൈഫ് പദ്ധതി മുഖേന പൂർത്തിയാകും. ലൈഫ് മിഷനുമായി കൈകോർക്കാൻ രംഗത്തെത്തിയ ലയൺസ് ഇന്റർനാഷണലിനെ മന്ത്രി അഭിനന്ദിച്ചു. ഒരേക്കർ ഭൂമി സൗജന്യമായി ഇതിനായി കൊടുത്ത ബഹുമാന്യനായ ശ്രീ അബ്ദുള്ളയോട് സംസ്ഥാന സർക്കാരിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചെറിയ സംഭാവനയല്ല അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഒരേക്കർ ഭൂമി അദ്ദേഹം ഈ പദ്ധതിക്കായി സൗജന്യമായി വിട്ടു നൽകിയിട്ടുണ്ട്. വലിയ പിന്തുണയാണ് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്ക് നൽകുന്നത്. 100 വീടുകളാണ് ലയൺസ് ക്ലബ് നിർമ്മിച്ചു നൽകുന്നത്. അതിൽ 25 വീടുകളുടെ ശിലാസ്ഥാപനം കിളിമാനൂരിൽ നിർവഹിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. 2025 ജൂൺ 30-നകം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രാമപഞ്ചായത്തിലെ 25 ലൈഫ് ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കടയ്ക്കൽ കോട്ടപ്പുറത്ത് നടന്ന പരിപാടിയിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായിരുന്നു. ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂരജ് ഷാജി പദ്ധതി വിശദീകരിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ് കുമാർ, ലയൺസ് ഇന്റർനാഷണൽ 3118A ഡിസ്ട്രിക്ട് ഗവർണർ MA വഹാബ്, ലയൺസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ജെയിൻസി ജോബ്, വസ്തു സംഭാവന നൽകിയ അബ്ദുള്ള, മറ്റ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.